ഓണത്തിന് അച്ചാറില്ലാതെ എന്തൊരു ഓണസദ്യയല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് മാങ്ങ അച്ചാർ റെഡിയാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി മാങ്ങ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. പച്ചമാങ്ങ പൊടികളായിട്ട് ഇതിലുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കായപ്പൊടി, ഉലുവാപ്പൊടി. നമ്മളാണെങ്കിൽ പിന്നെ അച്ചാർ പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് ചേർത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിക്ക് പകരം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആണെങ്കിൽ എണ്ണയും കൂടെ ചേർത്ത് കൂട്ടി അരച്ചതാണ് കേട്ടോ. അതുപോലെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിക്ക് വേണ്ടി. ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ കടുക്. ഇത്രയുമാണ് എടുത്തേക്കുന്നത് കേട്ടോ. വളരെ പെട്ടെന്ന്. അതുപോലെ തന്നെ വിനാഗിരി കൂടെ എടുത്തിട്ടുണ്ട്. മാങ്ങയ്ക്കാണെങ്കിൽ നമുക്ക് വിനാഗിരി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വിനാഗിരി കൂടെ ചേർക്കുമ്പോഴത്തേന് അതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്ക് മാങ്ങ റെഡിയാക്കിയാലോ. മാങ്ങ അച്ചാർ റെഡിയാക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ മാങ്ങയാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് വരാം. മാങ്ങയാണെങ്കിൽ അരിയുന്ന രീതിക്കും അനുസരിച്ച് ടേസ്റ്റിന് വ്യത്യാസങ്ങൾ വരും കേട്ടോ. നമ്മളാണെങ്കിൽ വലിയ കഷ്ണങ്ങളാക്കി അരിയുന്ന മാങ്ങ അച്ചാറിനാണെങ്കിൽ വേറെ ടേസ്റ്റാണ്. അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിയുന്ന അച്ചാറിനാണെങ്കിൽ അതിന് വ്യത്യസ്തമായ ടേസ്റ്റാണ്. എനിക്കെപ്പോഴും ആണെങ്കിൽ മാങ്ങയാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളതും ഇഷ്ടമുള്ളതും. അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്ന് ചെയ്തെടുക്കാം. മാങ്ങ നമ്മളാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇത് അച്ചാറിടാം. നമ്മൾ പാനാണെങ്കിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചിടാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകാണെങ്കിൽ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. കാരണം തീ നല്ലതായിട്ട് ചൂടായി കിടക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ആയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മാങ്ങാച്ചാർ റെഡിയാക്കുന്ന സമയത്ത് ഇങ്ങനെ പച്ചമുളകാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പച്ചമുളകാണെങ്കിൽ ഇട്ടിട്ട് റെഡിയാക്കുമ്പോൾ കറിവേപ്പിലയോട് ഇടണമായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പോൾ നിങ്ങൾ കറിവേപ്പിലയും കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. ഇതുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇതിലോട്ട് മുളക് പൊടിയും പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. പൊടികളായിട്ടുള്ളത് മുളക് പൊടി, മല്ലിപ്പൊടിയില്ല, മഞ്ഞൾപ്പൊടി, അതുപോലെ കായം, ഉലുവ. ഇത്രയും പൊടികളാണ് നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് കണ്ടോ, നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോഴും ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ടത് ലോ ഫ്ലെയിമിലാക്കി വെക്കാം കേട്ടോ. ഫ്ലെയിം ഇപ്പോഴാണ് ഞാൻ ഓൺ ചെയ്തേക്കുന്നത്. അത് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ഒരു ശകലം പോലും ഇതിൽ ചേർത്തിട്ടില്ല. മാങ്ങാച്ചാർ ഇടുന്ന സമയത്ത് നമുക്ക് കടുകെണ്ണയിൽ റെഡിയാക്കാം. അല്ല സാധാ എണ്ണയിൽ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി പെട്ടെന്ന് തന്നെ നമ്മൾ എടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് സാധാ എണ്ണയിൽ ഉപയോഗിച്ചാൽ മതി. നമുക്കത് വെള്ളമായി ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിച്ച് വെക്കേണ്ട. നമുക്ക് പുറത്ത് തന്നെ നമുക്ക് വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് മാങ്ങയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം.
മാങ്ങ ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി ഒന്ന് കൊടുക്കാം. മാങ്ങയാണെങ്കിൽ വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചൂടിൽ മാങ്ങയാണെങ്കിൽ അത് വെന്തോളും, കുഴപ്പമൊന്നും. ഈ സമയത്ത് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല രസമല്ലേ കളറൊക്കെ കാണാൻ. വിനാഗിരി ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പോൾ പുളി, മാങ്ങയുടെ പുളിയുടെ അനുസരിച്ച് വേണം നിങ്ങൾ ഈ വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ. ചിലപ്പോൾ ആണെങ്കിൽ ചില മാങ്ങയ്ക്ക് ഒരുപാട് പുളി കാണും. അപ്പം അധികമാണെങ്കിൽ വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഭയങ്കര പുളി കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ ഒരു ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ നിങ്ങൾ പുളിയുടെ അനുസരിച്ച്, ഇതെന്നെ ഈ ഒരു മാങ്ങയ്ക്കാണെങ്കിൽ പുളി കുറവാണ്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും വിനാഗിരി ചേർത്തതിനകത്ത്. നമുക്കിനി ഉപ്പും കൂടി ആഡ് ചെയ്യാം. ഉപ്പൊട്ടും ചേർത്തിട്ടില്ല. നമ്മൾ മാങ്ങ അരച്ചെടുക്കുന്ന മാങ്ങയാണെങ്കിൽ നമ്മൾ അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഉപ്പ് തിരുമ്മി നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം. സാധാരണയൊക്കെ പണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത്, മമ്മിയൊക്കെ ചെയ്തു തരുന്ന സമയത്ത് മാങ്ങയൊക്കെ അരിഞ്ഞ് ഉപ്പിൽ നന്നായിട്ട് തിരുമ്മി ഒരു 2-3 ദിവസമൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു അച്ചാറിടുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ റെഡിയാക്കിയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം മാങ്ങാച്ചാർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണ്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ്. ഉലുവാപ്പൊടിയൊക്കെ നമ്മൾ ഓൾറെഡി ചേർത്തതായിരുന്നു. അപ്പം നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് നിങ്ങളെല്ലാവരും ഇങ്ങനൊന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ നമുക്ക് പേസ്റ്റാക്കി എടുത്ത് വെച്ചിരുന്നാൽ മതി. അതുപോലെ തന്നെ പിന്നെ മാങ്ങയാണെങ്കിലും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കാൻ പറ്റിയില്ലേ. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ എന്ത് സാധനങ്ങൾ നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് പൊടികളും അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കറികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അടുപ്പിച്ചെടുത്ത് വെച്ചിട്ട് കറിയൊക്കെ റെഡി ആക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഓണത്തിന് സ്പെഷ്യൽ മാങ്ങ അച്ചാർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.